പൊള്ളിപ്പോയ അവസ്ഥകൾ, തേപ്പ് കൊണ്ട് വെച്ച് പൊള്ളിപ്പോകാം, തീ കൊണ്ട് പൊള്ളിപ്പോകാം, കറണ്ടടിച്ച് പൊള്ളിപ്പോകാം. അതിൻ്റെ ഭാഗമായിട്ട് കൈക്ക് മരയിപ്പുണ്ടാകാം, കൈക്ക് സ്വാധീനക്കുറവുണ്ടാകാം. അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈശോ ദർശനത്തിൽ തരുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പം കർത്താവ് സംസാരിക്കുന്നത് ചെവി തിരിഞ്ഞു പോയെന്നാണ് പറയണത്. ചെവിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല, ഈ ചെവിയുടെ അകത്തുള്ള എന്തോ അവയവങ്ങൾ ശബ്ദം സ്വാംശീകരിക്കുന്നതിനും അത് കേൾക്കപ്പെടുന്നതിനും ചെവിയുടെ ഈ പാർട്ടിനാണ് കുഴപ്പം, അതിൻ്റെ ബ്രെയിൻ പാർട്ടിനല്ല കുഴപ്പം. ചെവിയുടെ സൗണ്ട് അബ്സോർബ് ചെയ്യുന്ന, സൗണ്ട് സ്വീകരിക്കുന്ന ഡയഫ്രത്തിനാണ് കുഴപ്പം. അത് തിരിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചെവി കേൾക്കാൻ പാടാത്തവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത്. ശ്രുതികട്ടെ 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 ശക്തമായി ഓവുലേഷൻ ഇല്ലാത്തവരെ, പീരീഡ്സിൽ അല്ലെങ്കിലും ബ്ലഡ് പോകുന്നവരെ, മൂത്രമറിയാതെ ഡിസ്ചാർജ് ഉണ്ടാകുന്നവരെ, പിന്നെ വയറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്നവർ എല്ലാവരും അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അടിവയറ്റിൽ കൈവച്ച്, ഊടിൻ്റെ താഴെ, പൊക്കിൻ്റെ താഴെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയോ വിശ്വാസ പ്രമാണം ചെല്ലുകയോ ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾക്ക് അതില്ലെങ്കിലോ ഉള്ളവരെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ദൈവസംഘത്തോടെ. ശ്രുതികട്ടെ 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 ശ്രുതികട്ടെ. കർത്താവേ, ഡിസ്ചാർജ് ഉള്ളവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു, ബ്ലീഡിംഗ് ഉള്ളവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു, ഓവലേഷൻ ഇല്ലാത്തവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ഉന്നതമായ നാമത്തില്, യേശുവിന്റെ ഉന്നതമായ നാമത്തില് മാരക രോഗങ്ങള് സൗഖ്യമാകട്ടെ. ശ്രുതികട്ടെ ശ്രുതികട്ടെ. അല്പം മുമ്പ് മെസ്സേജിന് പറയുന്നതിന് മുമ്പ് കർത്താവ് ഒരു കാര്യം കാണിച്ചു തന്നിരുന്നു. അതായത് ചില മരുന്ന് കഴിച്ച് പൊള്ളിപ്പോയി, മരുന്ന് മാറിക്കഴിച്ചതോ അല്ലെങ്കിൽ അവരുടെ ഡോസ് തെറ്റിച്ച് കഴിച്ചതോ അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് മരുന്ന് മാറിപ്പോയതോ അതിനുള്ള മരുന്നുമല്ല. അതുകൊണ്ട് ഉള്ളം പൊള്ളി തന്നെയല്ല, ബ്ലഡിൽ അതിൻ്റെ അകത്ത് പോയ്സണായി, അതിൻ്റെ പേരിൽ ശരീരത്തിൽ ഇങ്ങനെ ഒരു അലർജി വന്നിട്ട് വിസർപ്പ രോഗികൾ, സോറിയാസിസ് രോഗികളെ പോലെ തൊലി ഇങ്ങനെ വിണ്ട് കീറി വരുന്ന അസുഖം. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അലർജി രോഗികളെ തളിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം കർത്താവ് ഇവിടെയും കർത്താവ് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലെ, കർത്താവ് അലർജി ഉള്ളവരെ, റിയാക്ഷൻ ഉള്ളവരെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ സ്നാനപ്പെടട്ടെ. കർത്താവിൻ്റെ എല്ലാ മരുന്നുകളെക്കാൾ വിശുദ്ധമായ രക്തത്താൽ സ്നാനപ്പെടട്ടെ. മുടി കൊഴിഞ്ഞു പോകുന്നവരെ, കർത്താവെ തൊലി പൊഴിഞ്ഞു പോകുന്നവരെ, മുടി കൊഴിഞ്ഞു പോകുന്നവരെ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ മഴ ഉണ്ടാകത്തില്ല നെഗേബില്, പക്ഷേ ഇസ്രയേലില് വടക്കല്ലേ മഴ പെയ്താൽ ഭൂമി ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന കാരണം നമ്മുടെ ഭൂമിയെ പോലെയാണ്. ഇടുക്കി മഴ പെയ്താൽ ആലപ്പുഴ വരത്തില്ല, ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുകയല്ലേ. അതുപോലെ തന്നെയാണ് നെഗേബിൻ്റെ അവസ്ഥ. വടക്ക് മഴ പെയ്യുമ്പോൾ ഇവൻ തിരിച്ച് വരും.
പക്ഷേ അത് മഴയില്ലാത്ത സമയത്ത് കുഴിതിരിക്കുക വിതച്ചിരിക്കുന്ന സ്ഥലം അപ്പോഴ് ആ വിത്ത് ഈ മഴ വെള്ളം വരുന്ന സമയത്ത് അത് കിളുത്ത് വരും. ഇത് മിനിമം വെള്ളത്തിലാണ് ആ സംഭവം കായ്ച്ചു വരണത്. അതാണ് അവൻ പറയണത്, നെഗേബിലെ നീർച്ചാലുകൾ എന്ന പോലെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കാര്യം അവർ വിതച്ചത് അരാജകത്വത്തിലാണ് വിതച്ചിരിക്കണത്. വിണ്ടുകീറി വെള്ളമില്ലാത്ത സമയത്താണ് വിതക്കണത്. ഈ 2 വിരല് പോകണത് കണ്ണുനീരോടെയാണ് അത് വിതക്കണത്. ഉടമ്പടി കൊണ്ടുവരുന്ന സാധനം എല്ലാം ഇങ്ങനെയാണ്. നിങ്ങളുടെ മുമ്പിൽ മഴ കാണുന്നില്ല, കാറ്റും കാണുന്നില്ല. രാജാക്കന്മാർ 3:15 ഒരു വചനമുണ്ട്, കാറ്റില്ല മഴയില്ല, അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറഞ്ഞെന്ന്. ഇത് ബൈബിളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതത്തിലും. നമ്മൾ മുമ്പിൽ നോക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ മാർഗ്ഗം. ഡോക്ടർ പറയും ഇതിന് ഇറച്ചി കഷ്ണം പോലും ഇല്ലല്ലോ, പിന്നെ ഇതെങ്ങനെയാണ് വിരൽ വെച്ച് പിടിപ്പിക്കുന്നത്? അപ്പോൾ ഡോക്ടറിനോട് ഇവർ പറയും, അമ്മ പറയും, അവൻ ചെറുപ്പക്കാരൻ എൻ്റെ ഡോക്ടറെ, എന്ത് ചെയ്യും, ഈ വിരലില്ലാതെ ഇങ്ങനെ നടക്കാൻ പറ്റുമോ? അപ്പോൾ ഡോക്ടർ പറയും നമുക്ക് വിരൽ വെച്ച് പിടിപ്പിക്കാം. കാലൊക്കെ വെച്ച് പിടിപ്പിച്ച ഒരാൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. കാല് വെച്ച് വിടും, കാലിൻ്റെ പാദം അറ്റുപോയിട്ട് വേറൊരു പാദം ഉണ്ടാക്കി വെച്ചിട്ട് വിട്ടിരിക്കണത്. അപ്പം അതുപോലെ ചെയ്യാമെന്ന് പറയും. പക്ഷേ ഈ അമ്മ വന്നിട്ട് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്തിട്ട് രണ്ടാമത് ഉടമ്പടി ചെയ്തതോടുകൂടി പരിശുദ്ധ അമ്മ ഈ സംഭവം ഏറ്റെടുക്കും. കാര്യം അതാണ് ഒരു വിഷയം. അത് നിങ്ങളൊരു വിഷയം തന്നെയാണ്. ഉടമ്പടി ചെയ്യാൻ പോകുന്ന ആൾക്കാർ മനസ്സിലാക്കണം, അതൊരു വിഷയമാണ്. വെച്ചാൽ ഇവരുടെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ വിരല് പോയി, എന്നിട്ട് ഒരു ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ പറയും നമുക്ക് റീ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറയും. അപ്പോഴേ എന്താ പറയണത്, ഈ അമ്മ പറയണത്, അമ്മേ ഓപ്പറേഷൻ തിയേറ്ററിലാവുമ്പോൾ നീ രണ്ടാമത്തെ ഓപ്പറേഷന് നീ ചെല്ലണം, കാരണം വിരൽ നീ വെച്ച് കൊടുക്കണം. കാര്യം എന്താണ്, ഒരു ഓഫറിങ് ഇല്ലേ, ഉടമ്പടിയിൽ ഒരു വാഗ്ദാനമുണ്ടല്ലോ. അതല്ലേ ഇയാൾ പറയണത്. എന്താ പറയണത്, ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു. 28:119 സങ്കീർത്തനം. ഒന്ന് പറഞ്ഞ ദുഃഖത്താൽ എന്റെ ഹൃദയം ഉരുകുന്നു, അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് എന്നെ ശക്തിപ്പെടുത്തണമേ. ഇപ്പൊ എനിക്ക് ദുഃഖങ്ങളുണ്ടെങ്കിലും എനിക്കെന്താണ്, വാഗ്ദാനമുണ്ട്. അങ്ങയുടെ വാഗ്ദാനം എന്താണ്, ഐ വിൽ കം വിത്ത് യു. ശക്തനും ധീരനുമായിരിക്കുക. വിരല് പോയാലും തല പോയാലും ദൈവത്തിന്റെ വചനം പറയും വാഗ്ദാനം എന്താണ്, ശക്തനും. അത് ജോഷുവ കൊടുത്തല്ലേ 1:9, ശക്തനും ധീരനുമായിരിക്കുക. എന്താണ് ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിന്നോടൊപ്പം വരും. അപ്പോൾ അത് വാഗ്ദാനമല്ലേ. അപ്പം ഈ അമ്മ പ്രാർത്ഥിച്ചു, അമ്മയെ വാഗ്ദാന പ്രകാരം ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതാണ് വിഷയം, വാഗ്ദാന പ്രകാരം. എന്നിട്ട് ഇവർ പറയണ എന്താ സംഭവം, ഇവർ ഈ മനസ്സിൽ ഓർത്തതേ ഉള്ളൂ. എന്നിട്ട് ഇവർ ദർശനത്തിൽ സ്വപ്നത്തിൽ കാണും ഓപ്പറേഷൻ തിയേറ്ററിൽ അമ്മ നിൽക്കണത്. ഓപ്പറേഷൻ്റെ സമയത്ത് ഡോക്ടർ തിരിച്ചതിനും പറയും 2 വിരലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് രക്തോട്ടം തുടങ്ങിയെന്ന് പറയും. 2 വിരലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, രക്തോട്ടം തുടങ്ങി. അപ്പം ആദ്യം വെച്ച് പിടിപ്പിച്ചിട്ട് രക്തോട്ടം ഇല്ലാഞ്ഞ്, രണ്ടാമത് ബൈപ്പേഴ്സൺ മേരി അവിടെ ഓപ്പറേഷൻ തിയേറ്ററിലെത്തി. എന്തിൻ്റെ പ്രകാരം, വാഗ്ദാന പ്രകാരം. ഉടമ്പടിയിൽ എന്താണ്, ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരുമെന്നല്ലേ പറയണത്. ഉടമ്പടിയിൽ പ്രസൻസ് ഫീൽ ചെയ്യാൻ കാര്യം എന്താണ്, വാഗ്ദാനം ഉള്ളത് കൊണ്ടാണ്. എവിടെയെല്ലാം ദൈവം വാഗ്ദാനം എബ്രഹാമിനോട് ചെയ്തപ്പോഴും പറഞ്ഞു ഐ വിൽ കം വിത്ത് യു. മോസസിന് വാഗ്ദാനം ചെയ്തപ്പോൾ പറഞ്ഞു, ഉടമ്പടി ചെയ്തപ്പോൾ പറഞ്ഞു ഐ വിൽ കം വിത്ത് യു. കർത്താവ് തിരിച്ചു പോകാൻ നേരത്തും പറഞ്ഞു ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. അന്ത്യം വരെ ഉണ്ടാകും. ദൈവത്തിൻ്റെ ഒരിക്കലും പ്രതിരോധിക്കാനാവാത്ത ഉടമ്പടിയുടെ വാഗ്ദാന പ്രകാരമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് ഉറപ്പുവരുത്തിയ സന്തതികളാണ് വിശ്വാസികൾ. പ്രിയമക്കളെ, നമ്മൾ കർത്താവിൻ്റെ കൃപയിലെ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവര് അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളെല്ലാം വിശ്വാസത്തോടുകൂടി അവരുടെ വേദന രോഗങ്ങളുടെ ഭാഗങ്ങളെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛൻ്റെ കൂടെ ആയിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും കൃപാസനത്തിൽ ഇപ്പോഴുള്ളവരും അവരെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇപ്പോൾ ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്.
കുടലിൽ കുരുക്കളുള്ളവർ ഉദരത്തിൽ കൈവെക്കണം. കുടലിൽ ക്യാൻസർ ഉള്ളവർ ഉദരത്തിൽ കൈവെക്കണം. PCOD രോഗികൾ അടിവയറ്റിൽ കൈവെക്കണം. അർശസ്തി രോഗികളും അടിവയറ്റിൽ കൈവെക്കണം. അൾസർ രോഗികളും അടലുവയറ്റിൽ കൈവെക്കണം. അത് ശക്തമായി ശ്രദ്ധിക്കട്ടെ. കർത്താവേ, ഇപ്പോഴ് എല്ലാവരും ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ വിശുദ്ധമായ വലതുകരം കർത്താവേ, ഉദരത്തിൽ വേദനയുള്ളവരുടെയും പുണ്യകളയുള്ളവരെയും പൊറുക്കാത്ത വ്രണമുള്ളവരെയും കർത്താവേ, ശിശുരോഗികളെ സ്പർശിക്കണമേ. കർത്താവേ, ഉദരത്തിൽ മുഴവുള്ളവരെ സ്പർശിക്കണമേ. ഗർഭാശയത്തിലും ഉദരാശയത്തിലും കർത്താവേ, ശിശുകളുള്ളവരെ സ്പർശിക്കണമേ. കുരുക്കളുള്ളവരെ സ്പർശിക്കണമേ. കർത്താവെ, പിടിഞ്ഞു മാറിപ്പോകാത്തവരെ, തീർന്നു പോകാത്തവരെ സ്പർശിക്കണമേ. നിരക്കാത്ത രക്തസ്രാവമുള്ളവരെ സ്പർശിക്കണമേ. വിശപ്പ രോഗികളെ സ്പർശിക്കണമേ. കർത്താവേ, ശ്രുതികളെ നീ വന്ന് ശാന്തി ഇവിടെ ഉടമ്പടി പുതുക്കാൻ കഴിഞ്ഞ മാസം മാർച്ച് 17 ഞാൻ വരേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ തന്നെ വിശദീകരിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി 17 പുതുക്കി വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ്, ദേ പറമ്പ് നമ്മളുടെ പേരിലേക്ക് അവർ 20-ാം തീയതി മാർച്ച് 20-ാം തീയതി ആക്കി തരാമെന്ന് പറഞ്ഞേക്കുന്നു. അതിൻ്റെ പത്രം ഞാനിവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ നിയോഗം ഞാൻ വെച്ചത്, എൻ്റെ മോള് UK പോകണമെന്നായിരുന്നു. UK പോകാനായിട്ട് അവൾക്ക് എല്ലാ നിയോഗത്തിൽ വെച്ചിരുന്നു. അപ്പോൾ അവൾ വിസയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തോളാൻ പറഞ്ഞു ഞാൻ. അവൾക്ക് വിസയുടെയും ഓഫർ ലെറ്റർ വന്ന് വിസയും വന്നു. പക്ഷേ മരുമകന് വിസ വന്നിട്ടുണ്ടായില്ല. മരുമകനും മകളും കൂടി ഒന്നിച്ചു പോകാനാണ് തീരുമാനിച്ചത്. മരുമകന് വിസ വരാണ്ടിരുന്നപ്പോൾ ഞാൻ കൂടുതൽ പത്രങ്ങൾ മേടിക്കാനും കൂടുതൽ രോഗികളെ കാണാനും തുടങ്ങി. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു, പത്രവും മേടിച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കുറച്ച് ദിവസം, ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മകനും വിസ വന്ന് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും, അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ 2 പേരെയും കൂടെയും കൊണ്ട് അമ്മ UK കൊണ്ടേ ആക്കി കൊടുക്കണം, അല്ലാണ്ട് ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ടാക്കാൻ പാടില്ല കേട്ടോ അമ്മേ എന്ന് പറഞ്ഞു. അതുപോലെ 2 പേര് ജനുവരി 17-ാം തീയതി 2 പേരെയും അമ്മ UK കൊണ്ടാക്കി കൊടുത്ത്. അപ്പോൾ മകന് ജോലി ഒന്നും ശരിയായിട്ടുണ്ടായില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അവർ ജീവിത മാർഗം തേടിയാണ് അവിടെ UK പോയേക്കണത്. ആ മകന് നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം അമ്മേ. അമ്മയുടെ നടയിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് കണ്ണീരോടെ പോയതാണ്. അപ്പോൾ ആ മകന് കഴിഞ്ഞ മാസം നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി. ആ മകൻ അവിടെ ജോലി ചെയ്യുന്നു, മകൾ അവിടെ പഠിക്കുകയും ചെയ്യുന്നു. മൂന്നാമത് ഞാൻ വെച്ചത്, എൻ്റെ മൂത്ത മരുമകനെ ബോട്ടിൻ്റെ ഓർഡർ പിടിക്കലായിരുന്നു. ആ ഓർഡർ പിടിക്കാനായിട്ട് അവന് ഓർഡറുകളൊന്നും കിട്ടുന്നുണ്ടായില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ 3-ാമത്തെ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചേക്കുന്നത് എൻ്റെ മൂത്ത മരുമോനെ ബോട്ടിൻ്റെ ഓർഡറുകൾ പിടിച്ച് കിട്ടണം. അതിനുവേണ്ടി ഞാൻ ഒരു 8 ബോട്ടിൻ്റെ ഓർഡർ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ മാതാവേ. അമ്മയുടെ ഇഷ്ടം കൂട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് എനിക്ക് തരണം. അമ്മ അല്ലാണ്ട് എനിക്ക് വേറെ ആരുമില്ല ഇത് ചെയ്തു തരാൻ. അപ്പോൾ തന്നെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ മകന് 8 ബോട്ടിൻ്റെ ഓർഡറും കൂടെ ഒന്നിച്ച് വന്ന് അവന് കിട്ടി. പിന്നെ ഞാൻ നവംബർ 3-ാം തീയതി 4-ാം തീയതി ഞാനിവിടെ വരേണ്ടതായിരുന്നു പത്രം വാങ്ങാനായിട്ട്. എല്ലാ മാസവും ഞാൻ വന്ന് പത്രം വാങ്ങുന്നതായിരുന്നു.
പക്ഷേ എനിക്ക് നവംബർ 3-ാം തീയതി ഞാൻ അരി വെന്ത് കഞ്ഞി ഇറക്കുകയല്ല, അങ്ങനെ തന്നെ ആ കഞ്ഞിക്കലം എൻ്റെ കൈമേൽക്ക് വീണ് ആകനെ പൊള്ളി, കൈ ആകനെ വീർത്ത്. അപ്പം ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ചെന്നുണ്ട് മാതാവിനെ കാണിച്ചിട്ട് പറഞ്ഞ് ആകനെ കൈ വീർത്ത് തൊലിയൊക്കെ പോയിരുന്നു. അപ്പോൾ വെള്ളപ്പാണ്ട് പോലെയായിരുന്നു എൻ്റെ കൈ. അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ കൈ കണ്ട മാതാവേ, എൻ്റെ കൈ പഴയ കൂട്ട് തന്നെ എനിക്കാക്കി ഇത് തരണം മാതാവേ. 15 ദിവസം കൊണ്ട് എൻ്റെ മാതാവ് എൻ്റെ കൈ ഇങ്ങനെ പഴയതുപോലെ ഒരു അടയാളം പോലും ഇല്ലാണ്ട് പഴയതുകൂട്ട് ആക്കി തന്ന്. ഇത്രയും വലിയ അനുഗ്രഹം തേടിത്തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. മരിയ കുഞ്ഞുമോൻ, എറണാകുളം ജില്ലയിൽ ആലങ്ങാട് നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവിന് 6 വർഷമായിട്ട് ഹെരണ്യയുടെ അസുഖമുണ്ടായിരുന്നു. അത് പിന്നെ എപ്പോഴും ട്യൂബ് ഇടണമായിരുന്നു, എപ്പോഴും ട്യൂബ് മാറ്റണം, ട്യൂബ് ഇടണം. ഇതിങ്ങനെ വേദന വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ട്യൂബ് ഇട്ടാലും വേദന കുറയുന്ന അവസ്ഥയില്ല. അങ്ങനെയായിരുന്നപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ സാക്ഷ്യം പറയാമെന്നും പറഞ്ഞ് ഉടമ്പടിയിൽ വെച്ചു. അത് മുഖേന ഉടമ്പടി തൈലം പുരട്ടി ഉടമ്പടി തേനും കൊടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഭർത്താവിന് പൂർണ്ണ സൗഖ്യം കിട്ടി. ഇപ്പോൾ ട്യൂബ് ഇടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് 28 വർഷമായിട്ട് എനിക്ക് നട്ടെല്ലിന് തേയ്മാനവും യാതൊരു പണിയും ചെയ്യരുതെന്ന് ഡോക്ടർമാരെല്ലാം വിധി എഴുതി. ആലുവയിലും പറവൂരും എല്ലാ ഡോക്ടർമാരും പറഞ്ഞ് യാതൊരു പണിയും ചെയ്യരുതെന്ന്. അവസാനം ജീവിക്കാൻ മാർഗമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഹോസ്പിറ്റലിൽ അറ്റൻഡറായി ജോലി എടുക്കുകയായിരുന്നു. എല്ലാ സന്ദർഭങ്ങളിലും നല്ല വേദന വരുമെങ്കിലും ഞാൻ നേരത്തെ മുതലേ കർത്താവിൽ വിശ്വസിക്കുകയും ഞാൻ പോട്ടയിൽ പോകുകയും ധ്യാനം കൂടുകയും ചെയ്തിരുന്നതാണ്. എങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഈ നട്ടെല്ലൊക്കെ നടക്കാൻ പാടായിരുന്നു. കാല് വളഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു. ഒട്ടും കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയും വേദനയുമായിരുന്നു. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് തൈലവും പുരട്ടി പ്രാർത്ഥിച്ച് തേനും കഴിച്ചതിൻ്റെ ഫലമായി അതും പൂർണ്ണ സൗഖ്യം എനിക്ക് കിട്ടി. അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി വെച്ച് ഒരാഴ്ച വരെയും ഭയങ്കര പ്രശ്നമായിരുന്നു. ആരോ കാലെ പിടിച്ച് വലിക്കുന്നത് പോലെ അനുഭവപ്പെടുമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി വെച്ചപ്പോൾ കാലും എൻ്റെ വളഞ്ഞിരുന്നിരുന്നു. ഈ ഇടത്തെ കാലം ഒട്ടും നിവർക്കാൻ പറ്റാത്ത അവസ്ഥ, ഈ ഇടത്തെ വശം തളർന്നു പോകുന്ന അവസ്ഥയായിരുന്നു. ഈ കൈയും പൊങ്ങാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ കൈക്ക് യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ ഈ ഇവിടെ അവിടുന്ന് എന്തോ ഇങ്ങനെ വിട്ടുപോകുന്ന അനുഭവം ഉണ്ടായി. ഇപ്പോൾ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. അതുപോലെ എൻ്റെ ചേച്ചിക്ക് 12 വർഷക്കാലമായിട്ട് ഈ ഗ്യാസിന് സംബന്ധമായ ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ച് ചേച്ചിയുടെ പേര് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചേച്ചിക്ക് ഇപ്പോൾ യാതൊരുവിധ വിഷയവുമില്ല, പൂർണ്ണ സൗഖ്യം ആയെന്ന് പറഞ്ഞു. അതേപോലെ എനിക്ക് 2 ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു. ഒരു മകന് 20,000 രൂപ ലോൺ എടുത്തു കൊടുത്തിട്ട് എൻ്റെ മകളെടുത്തു കൊടുത്ത് ഞാൻ ജാമ്യം നിന്ന് എനിക്ക് 56,000 രൂപ എൻ്റെ പേരിൽ പലിശ അവരെടുത്തു. എന്നിട്ട് എനിക്ക് അടയ്ക്കാൻ യാതൊരു നിവൃത്തിയുമില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വീണ്ടും അതിനുള്ള അനുഗ്രഹം തന്ന് ഇപ്പോൾ ആ 2 ലക്ഷം രൂപയും കടം വീട്ടി. അങ്ങനെയുള്ള ഈശോയ്ക്ക് കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. എൻ്റെ പേര് സുനി, ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നു. ദൈവത്തിനും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദിയും സ്തുതിയും പറയുന്നു. ഞാൻ യൂട്യൂബ് വഴിയാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് 2019. അതിനുശേഷം ഓൺലൈൻ ഉടമ്പടി 2020 മെയ് 2-ാം തീയതി എടുത്തു. ഞാൻ ഗൾഫിലായിരുന്നു. അതിനുശേഷം നാട്ടിൽ 2022 നവംബർ 23-ാം തീയതി നാട്ടിൽ വന്ന് പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം വെച്ചിരുന്നു.
45 വർഷമായ മദ്യപാനമാണ്. ഞാൻ അറിവിൽ ചേച്ചി എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞ് 10 വയസ്സുള്ളപ്പോൾ മുതൽ മദ്യപിക്കുന്നതാണെന്ന് പറഞ്ഞ് അറിവുണ്ടായിരുന്നു. മദ്യപാനം, വീട്ടിലുപദ്രവം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മക്കളെയും എന്നെയൊക്കെ ഉപദ്രവിക്കുകയെല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി നേർച്ച വസ്തുവായ ഉപ്പ്, ചായയാണ് മെയിനായിട്ട് കുടിക്കുന്നത്. അപ്പോൾ ആ പഞ്ചസാരയിൽ ഞാൻ ഉപ്പിട്ട് വെച്ചിട്ട് ഞാൻ തിരിച്ച് പോയി, ദുബൈയിലേക്ക് തിരിച്ചു പോയി. അത് കഴിഞ്ഞ് മാറ്റമൊന്നും ഉണ്ടായില്ല. വീണ്ടും ഞാൻ മാർച്ച് 5-ന് തിരിച്ച് നാട്ടിൽ വന്നു. 2022. എന്നിട്ട് അത് പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി. എന്നിട്ട് തിരിച്ച് വീട്ടിൽ ചെന്ന് മാതാവിൻ്റെ ഉപ്പ് ഞാൻ ഭർത്താവ് ഉപയോഗിക്കുന്ന പഞ്ചസാരയിൽ ഇട്ട് വെച്ചു. അത് ചായ കുടിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ മാർച്ച് 24-ന് തിരിച്ച് വീണ്ടും പോയി. ഇപ്പോൾ ഒരു 6 മാസമായിട്ട് ഒരു തുള്ളി മദ്യപിക്കുകയോ പുകവലിക്കുന്നുണ്ട്, തീർത്തും ഉപേക്ഷിച്ചില്ല, എങ്കിലും വളരെയധികം കുറഞ്ഞു. ചെയിനായിട്ട് വലിച്ചുകൊണ്ടിരുന്ന ആളാണ്, ഇപ്പോൾ വളരെയധികം കുറഞ്ഞു. പിന്നെ ഞാൻ എന്നോടും മക്കളോടുമൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. അല്ലെങ്കിൽ ഒന്നും സംസാരിക്കാനോ വീട്ടുകാര്യങ്ങൾ പറയാനോ ഒന്നും സമ്മതിക്കില്ലായിരുന്നു. അപ്പം തന്നെ വളരെയധികം ദേഷ്യപ്പെടുമായിരുന്നു. ഇങ്ങോട്ട് പറയുന്നതെല്ലാം കേൾക്കണം, നമ്മൾ അങ്ങോട്ടൊന്നും പറയാൻ പാടില്ലായിരുന്നു. വളരെ വളരെ വിഷമിച്ചാണ് ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് ഞാൻ മിനിങ്ങാന്നാണ് നാട്ടിലെത്തിയത്. ഇവിടെ ഇന്ന് വന്ന് ഉടമ്പടി പുതുക്കി. ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ഭർത്താവിനെ മദ്യപാനത്തിൽ നിന്ന് അമ്മ രക്ഷിച്ചു തന്നതിന് അമ്മയുടെ പരിപൂർണമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് സംഭവിച്ചതെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഇന്ന് ഭർത്താവിനും വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വേറെ ഒരു തടസ്സം വന്നുകൊണ്ട് മാത്രമാണ് വരാതിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ മകൻ 3 മാസം മുമ്പ് ദുബൈയിലേക്ക് വന്നു. 3 മാസം ജോലിയില്ലാതെ അവൻ റൂമിൽ തന്നെ ഇരുന്നു. തിരിച്ച് അപ്പോൾ ഇവിടെ വിസയുടെ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് കയറ്റിവിടേണ്ട രീതിയായി. അപ്പം ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ അവിടുത്തെ സമയം 2:45 എണീറ്റ് ചെല്ലുമായിരുന്നു. എന്നും ചെല്ലും. മക്കളെയും ഭർത്താവിനെയും കുടുംബത്തിനെയും ബന്ധുക്കളെ എല്ലാവരെയും സമർപ്പിച്ച്, എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. രാത്രിയിലും അതുപോലെ തന്നെ. അപ്പോൾ ഞാൻ അമ്മയുടെ ഉടമ്പടി പുസ്തകം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി ഉടമ്പടി പുസ്തകം എൻ്റെ നെഞ്ചോട് ചേർത്ത് എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അമ്മേ, എൻ്റെ മകനെ തിരിച്ച് നാട്ടിലേക്ക് വിടാൻ ഇടവരുത്തരുതേ, എത്രയും വേഗം അവനൊരു ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന്. തിരിച്ചു പോരാൻ 3 ദിവസം ബാക്കിയുള്ളപ്പോൾ പെട്ടെന്ന് അവനൊരു ഇൻ്റർവ്യൂ വന്നു. ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടി. ഇപ്പം ജോലി ചെയ്യുന്നു നല്ല രീതിയിൽ. 2019 ഞാൻ ആദ്യമായിട്ട് ദുബൈക്ക് പോയത്. എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, വീട്ടുജോലിയായിരുന്നു. അപ്പം സാലറി വളരെ കുറവാണ്. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ പോയത് തന്നെ. സാലറി വളരെ കുറവായിരുന്നു. അപ്പോൾ അവർ കൂട്ടിത്തരുന്നില്ല. അങ്ങനെ ഞാൻ അമ്മയോട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ എനിക്ക് സന്തോഷത്തോടുകൂടെ ഇവിടെ ഒന്ന് മാറി ഒരു നല്ല വരുമാനം കൂടിയ ജോലിയിലേക്ക് മാറാൻ അമ്മ എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. അങ്ങനെ ഞാൻ തിരിച്ച് മാർച്ച് 5-ന് ഇവിടെ വന്നു. ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. മാർച്ച് 24-ാം തീയതി വേറൊരു വീട്ടിൽ നല്ല രീതിയിൽ ഇരട്ടി സാലറിയോടുകൂടി ജോലിക്ക് കയറാൻ എനിക്ക് സാധിച്ചു. പിന്നെ എനിക്ക് 40 വർഷമായിട്ടുള്ള തലവേദനയാണ്. ഒരു തടിക്കഷ്ണം പണ്ട് എൻ്റെ തല വീണ് അത്ര എപ്പോഴും തലവേദന, വെയിൽ കൊള്ളത്തില്ല, പുറത്തിറങ്ങത്തില്ല, ശബ്ദം കേൾക്കത്തില്ല, അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിയായിരുന്നു. ഞാൻ എന്നും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കും, അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മ തന്നെ മാറ്റിത്തരണം, അല്ലാതെ ഇനി മരുന്നൊന്നും എനിക്ക് വയ്യ. ഒരുപാട് ഗുളിക എപ്പോഴും കഴിക്കുന്ന തലവേദന വന്നാൽ ചിലപ്പോൾ ഞാൻ വിചാരിക്കും രാവിലെ എല്ലാവരും എണീക്കുമ്പോഴേക്കും ഞാൻ മരിച്ചു പോകുന്നു. അതുപോലത്തെ ശക്തമായ തലവേദനയായിരുന്നു. ഇപ്പം എനിക്ക് വളരെയധികം സൗഖ്യം കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ തൊടുപുഴ കരിങ്കുന്നം ലിറ്റിൽ ഫ്ലവർ നെടികാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ ജനുവരി 26-ാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. അമ്മ ഒരു 25 വർഷത്തോളമായിട്ട് ഷുഗർ പേഷ്യൻ്റാണ്. അപ്പോൾ
ഒരു 6-7 മാസം മുമ്പ് അമ്മയുടെ കാല് ചെറുതായിട്ട് തട്ടി അവിടെ ഇൻഫെക്ഷനായി. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ആ ഇൻഫെക്ഷനായ വശം കട്ട് ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി ഒരു മാസത്തോളം അവിടെ അഡ്മിറ്റായിരുന്നു. അപ്പോൾ 1 മാസമായിട്ട് ഈ മുറിവ് ഉണങ്ങുന്നില്ലായിരുന്നു. മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഷുഗർ കൺട്രോളിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പം 1 മാസമായപ്പം അവർ ഡോക്ടറോട് പറഞ്ഞു ഡിസ്ചാർജാക്കി വീട്ടിലേക്ക് വിട്ടു. ഇത് ബാക്കി വീട്ടിൽ പോയി ഡ്രസ്സ് ചെയ്താൽ മതി, പയ്യെ ഉണങ്ങിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അഴിച്ചു നോക്കിയപ്പം ആ സർജറി ചെയ്ത വശം വീണ്ടും ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് അപ്പം തന്നെ കൊണ്ടുപോയി. അവിടെ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു ആ